മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിന്റെ തീരുമാനങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആമേഴഞ്ചാൻ തോട് ഉൾപ്പെടെയുള്ള ചെറു തോടുകൾ പൂർണ്ണമായും ശുചീകരിക്കും. ഒപ്പം തന്നെ മാലിന്യ നീക്കത്തിന് സംസ്ഥാന സർക്കാരിന്റെ സഹായവും റെയിൽവേ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി ഷീജ ചേരുകയാണ്. ഷീജ, ഈ യോഗം അവസാനിച്ചിട്ടുണ്ട്. നിലവിൽ റെയിൽവേയോട് കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ സൂചിപ്പിച്ചിട്ടുണ്ട്. റെയിൽവേയുടെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ചകൾ വരുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കണം ഇപ്പോൾ ഈ മാലിന്യ നീക്കത്തിന് സംസ്ഥാന സർക്കാരിന്റെ സഹായം റെയിൽവേ അഭ്യർത്ഥിച്ചിരിക്കുകയും ചെയ്യുന്നത്. എന്തൊക്കെയാണ് മറ്റ് തീരുമാനങ്ങൾ ഇന്ന് കൈക്കൊണ്ടത്? തീർച്ചയായും സിജു, ഏതായാലും റെയിൽവേയിലെ മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് റെയിൽവേയെ ധരിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് റെയിൽവേ മാലിന്യ നീക്കത്തിന് സംസ്ഥാന സർക്കാരിന്റെ സഹായം തേടിയിട്ടുണ്ട്. നിലവിൽ അവിടുത്തെ ഈ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിനോട് ചേർന്ന് ആരംഭിക്കുന്ന ഈ ആമേഴഞ്ചാൻ തോടിന്റെ ഭാഗത്ത് അവിടെ ബണ്ട് കെട്ടി വെള്ളം വറ്റിച്ച് നൽകാം എന്നുള്ള കാര്യമാണ് ഇപ്പോൾ റെയിൽവേ സർക്കാരിന് മുന്നിൽ വെച്ചിരിക്കുന്നത്. പക്ഷേ ആ കനാലിന് ഉള്ളിലുള്ള മാലിന്യങ്ങൾ അത് നീക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് അത് ഏറ്റെടുത്ത് ആ മാലിന്യങ്ങൾ നീക്കി നൽകണം എന്നുള്ള ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തീരുമാനങ്ങൾ സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ കൈക്കൊണ്ടിട്ടുണ്ട്. അത് ഉടൻ തന്നെ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് നൽകാൻ കഴിയുന്നതാണ്. ഏതായാലും ആമേഴഞ്ചാൻ തോട് ഉൾപ്പെടെയുള്ള ചെറു തോടുകൾ പൂർണ്ണമായും ശുചീകരിക്കാനാണ് നിലവിൽ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ റെയിൽവേയുടെ മാലിന്യ നീക്കം അത് പ്രത്യേക ഒരു പദ്ധതിയായി ശരി, ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. റെയിൽവേയുടെ മാലിന്യ നീക്കത്തിന് സംസ്ഥാന സർക്കാരിന്റെ സഹായം അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത് ഉന്നതതല യോഗം അവസാനിച്ചിരിക്കുന്നു. ആ യോഗത്തിന്റെ തീരുമാനങ്ങളാണ് ഷീജ വിശദീകരിച്ചത്.